നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കൽ. ഒന്നില്ലെങ്കിൽ നമ്മൾ മുറിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും അടയാളം വെക്കണം. നമുക്കിതിനൊരു പ്രതിവിധിയായിട്ട് ഒരു അടിപൊളി ടേപ്പ് ഡിസ്പെൻസർ ഉണ്ടാക്കിയാലോ? കാർഡ്ബോർഡ് കൊണ്ട് നല്ല അടിപൊളി ടേപ്പ് ഡിസ്പെൻസർ നമുക്ക് അങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു വലിയ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെലോ ടേപ്പ് വെച്ചിട്ട് ഒരു റൗണ്ടിലൊരു വര പെൻസിൽ കൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു റൗണ്ട് വരച്ചെടുക്കുക. ഇതേപോലെ ഒരു റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ സെൻട്രലിലെ ഭാഗം ഉണ്ടല്ലോ, സെൻട്രലിലെ ഭാഗം പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ സെൻട്രലിലെ ഭാഗത്തു നിന്ന് ഒരു വര നീട്ടി അങ്ങ് വരയ്ക്കുക. സെൻട്രലിലെ ഭാഗത്തു നിന്നല്ല, റൗണ്ടിൻ്റെ പുറത്തുനിന്ന് നമ്മൾ വരച്ച റൗണ്ടിന് ഇതേപോലെ ഒന്ന് നീട്ടിയിൽ വര വരയ്ക്കുക. ഒരു 6 സെൻറ്റിമീറ്റർ നമുക്കുണ്ട്, അതിൽ കൂടുതൽ കുറച്ച് കൂട്ടി വരയ്ക്കുക. എന്നിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ നമ്മളവിടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ 6 സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ 6 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു വര നീട്ടി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ എടുക്കുക. 3 സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഇങ്ങനെ ഇതേപോലെ റൗണ്ട് നമുക്ക് വരയ്ക്കണം. അവിടെ പെൻസിലുകൊണ്ട് ഇതേപോലെ റൗണ്ട് ഇടുക. അവിടെ ചെറിയൊരു റൗണ്ട് ഇട്ടെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചൊരു വര, 3 സെൻറ്റിമീറ്റർ ചെരിച്ചൊരു വര അങ്ങനെ ഇടുക. എന്നിട്ട് അത് നമ്മൾ വരച്ച് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല മൂർച്ചുള്ള കത്തിയോ കത്രിയോ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. നേരെയുള്ള സൈഡൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം. റൗണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെല്ലെ സമയം എടുത്ത് കട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഈ ലെവലിൽ ഇതേ മോഡലിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ റൗണ്ടിലുള്ള 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. അത് ആ സെലോ ടേപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാകത്തിന് റൗണ്ടിൽ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുക. കട്ടിയില്ലാത്ത കാർഡ്ബോർഡാണെങ്കിൽ 3 എണ്ണം വേണ്ടി. ഇത് കട്ടിയുള്ളതുകൊണ്ടാണ് 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഗമ്മ് വെച്ചൊന്ന് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ. ഓക്കെ, ഇതേപോലെ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കണം. അതിന് ഇതേപോലെ ഒരു ഗമ്മ് എടുക്കുക. ഗമ്മ് എടുത്തത് നല്ലോണം ഒട്ടിക്കുക. അപ്പോൾ ഇത് നല്ലോണം ഇറങ്ങി നിന്നോളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ടൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അതാ ആ സെലോ ടേപ്പിൻ്റെ വീതിയിൽ ഉണ്ടോ, ആ വീതിയിൽ ഉള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നീളത്തിൽ, ഈ നീളം നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസില്ലേ അതിൻ്റെ ആ നീളത്തിൽ ആ സെലോ ടേപ്പിൻ്റെ വീതിയിലൊരു പീസ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് കൊണ്ട് അപ്ലൈ ചെയ്യുക. കുറച്ച് ഗ്ലൂ അതിന് അപ്ലൈ ചെയ്തിട്ട് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അത് ചെരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീതി തന്നെ ഇത്ര നീളം വേണ്ട, ചെറിയ നീളം ഇവിടെ ചെരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ടൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലല്ല ബാക്ക് സൈഡിൽ ഒട്ടിക്കുക. എന്നിട്ട് ആ സെലോ ടേപ്പ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. ആ കുത്തിയെന്ന് വെച്ചാൽ റൗണ്ടിൽ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൽ സെലോ ടേപ്പ് ഫുള്ള് ചുറ്റിയെടുക്കണം. സെലോ ടേപ്പ് ചുറ്റിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ ഒട്ടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതിൽ സെലോ ടേപ്പ് ചുറ്റുന്നത്. ഫുള്ള് ചുറ്റി ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒരു ആക്സോ ബ്ലേഡ് എടുക്കുക. പഴയ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ചെറിയൊരു പീസ് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, പൊട്ടിച്ചെടുക്കുക. അതേപോലെ ചെറിയ പീസ് അതവിടെ നമുക്ക് ടേപ്പ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അവിടെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ബേക്കിൽ ഇതേപോലെ ഒരു പീസ് സെലോ ടേപ്പ് ഒട്ടിച്ചൊരു പീസ് എടുക്കുക. എന്നാൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബേക്കിലൊരു പീസ് വെക്കുന്നത്. അതൊന്ന് അവിടെ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
കണ്ടില്ലേ, ഇതേപോലെ അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പഴയ കാർഡ്ബോർഡും കൊണ്ട് ഒരു 10 പൈസ ചിലവില്ലാതെ നമുക്ക് ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഗ്രീൻ ഷോക്ക് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത തവണ കാണാം. ഓക്കെ, അപ്പോൾ അതൊരിക്കും ഗുഡ് ബൈ.